കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോളമായി ലോകത്തിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാങ്കേതിക മേഖലകളെ അണിയറയിൽ നിന്നും നിയന്ത്രിച്ചത് ഭൂഗോളത്തിന്റെ വെറും 0.2% മാത്രം വരുന്നൊരു സമൂഹമാണ് ജൂതന്മാർ. പക്ഷേ സാമ്പത്തിക വിദഗ്ധരും ഭൗമരാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ രഹസ്യമായി മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. ഈ വരുന്ന ദശാബ്ദങ്ങളിൽ ലോകത്തിന്റെ കടിഞ്ഞാൺ മറ്റൊരു വംശത്തിന്റെ കൈകളിലേക്ക് മാറാൻ പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുതൽ സിലിക്കൺ വാലിയിലെ അൽഗോരിതങ്ങൾ വരെ, ലണ്ടനിലെ സാമ്പത്തിക കേന്ദ്രങ്ങൾ മുതൽ മിഡിൽ ഈസ്റ്റിലെ വ്യാപാര ശൃംഖലകൾ വരെ, ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ബോൾഡ് റൂമുകളിൽ ഇന്ന് ഒരു പുതിയ ശക്തി ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അതെ, നമ്മൾ സംസാരിക്കുന്നത് ആഗോള പ്രവാസി ഭാരതീയരെ കുറിച്ചാണ്. ഇതൊരു വെറും വികാരപ്രകടനമൊന്നുമല്ല, കൃത്യമായ അന്താരാഷ്ട്ര ഡാറ്റകളും സാമ്പത്തിക ട്രെൻഡുകളും വെച്ച് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന വലിയൊരു ചോദ്യമാണ്. ഇന്ത്യക്കാർ ജൂതന്മാരെ പോലെ ലോകം ഭരിക്കുമോ? ഭാരതം അതിർത്തികൾക്കപ്പുറത്തേക്ക് കെട്ടിപ്പടുക്കുന്ന ഈ അദൃശ്യ സാമ്രാജ്യം ലോകത്തെ എങ്ങനെ മാറ്റിയെഴുതും? പൂർണ്ണമായും ഇത് കേട്ട് കഴിയുമ്പോൾ ആഗോളതലത്തിൽ നടക്കുന്ന ഈ വലിയ കളിയിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യക്കാരുടെ വളർച്ചയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട്, ദി ജൂയിഷ് മോഡൽ എന്ന്. എന്തുകൊണ്ടാണ് ഇസ്രയേൽ എന്ന ചെറിയ രാജ്യം, കുഞ്ഞൻ രാജ്യം, ലോകത്തിലെ വൻ ശക്തികളെ പോലും വിറപ്പിക്കുന്നത്? ഇസ്രയേലിന്റെ ജനസംഖ്യ വെറും 90 ലക്ഷത്തിൽ താഴെയാണ്. അറിയാമോ? നമ്മുടെ കേരളത്തെക്കാൾ ചെറിയൊരു പ്രദേശമാണവർ. എന്നിട്ടും അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇസ്രയേലിനെ ഒപ്പം നിർത്താൻ നിർബന്ധിതരാകുന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഇസ്രയേലിനകത്തുള്ള സൈന്യം മാത്രമല്ല, അതിർത്തിക്ക് പുറത്തുള്ള അവരുടെ മനുഷ്യശക്തി കൂടിയാണ്. ലോകത്താകെ 1.5 കോടിയോളം ജൂതന്മാരുണ്ട്. ഇതിൽ 60 ലക്ഷത്തിലധികം ആളുകൾ ജീവിക്കുന്നത് അമേരിക്കയിലാണ്. അവർ അവിടെ വെറും കുടിയേറ്റക്കാരായി ജീവിക്കുകയല്ല ചെയ്തത്. പകരം ഒന്ന്, അമേരിക്കൻ രാഷ്ട്രീയത്തിലും വൈറ്റ് ഹൗസിലും തങ്ങളുടെ ലോബികൾ ഉണ്ടാക്കിയെടുത്തു മനഃപൂർവ്വം. രണ്ടാമത്, വാൾസ്ട്രീറ്റിലെ ബാങ്കുകളും സാമ്പത്തിക സിസ്റ്റവും സ്വന്തമാക്കി. 3, ഹോളിവുഡ്, മാധ്യമങ്ങൾ, ആഗോള ശാസ്ത്ര മേഖല എന്നിവയെല്ലാം വലിയ സ്വാധീനം ഉണ്ടാക്കി. അതായത് ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രയേൽ ചെറുതാണെങ്കിലും ഒരു വംശം എന്ന നിലയിൽ ജൂതന്മാർ ആഗോളതലത്തിൽ അതീവ ശക്തരാണ്. ഇനി ചിന്തിച്ചു നോക്കൂ, ജൂതന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചെയ്ത അതേ തന്ത്രം അതിനേക്കാൾ വലിയ അളവിൽ ഇന്നൊരു രാജ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമുള്ള രാജ്യം ഇന്ത്യക്കാരാണ്. ഏകദേശം 3.2 കോടിയിലധികം ഇന്ത്യക്കാരാണ് രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്നത്. പക്ഷെ മറ്റ് രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരും ഇന്ത്യക്കാരും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പോയത് അഭയാർത്ഥികളായിട്ടോ അനധികൃത കുടിയേറ്റക്കാരായിട്ടോ ഒക്കെയാണ്. എന്നാൽ ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് തങ്ങളുടെ വിദ്യാഭ്യാസ, സാങ്കേതിക മികവിലൂടെ, കൃത്യമായ നയങ്ങളിലൂടെയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളുടെ തലപ്പത്ത് ആരാണുള്ളതെന്ന് നോക്കൂ. ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചൈ, മൈക്രോസോഫ്റ്റിന്റെ CEO സത്യ നാദെല്ല, അഡോബിയുടെ CEO ശാന്തനു നാരായൺ, IBMന്റെ CEO അരവിന്ദ് കൃഷ്ണ. ഇതെല്ലാം കൂടാതെ 100-ലധികം ലോകോത്തര ഫോർച്യൂൺ 500 കമ്പനികളുടെ തലപ്പത്ത് ഇന്ന് ഇന്ത്യക്കാരാണുള്ളത്. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഡാറ്റയും സാമ്പത്തിക ഇടപാടുകളും ഭാവിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനവും നിയന്ത്രിക്കുന്നത് ഡിജിറ്റൽ സാമ്രാജ്യങ്ങളുടെ തലപ്പത്താണ് ഈ ഇന്ത്യക്കാരൊക്കെ ഇരിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ശക്തിയാകാൻ ഇന്ത്യ എന്താ ചെയ്യുന്നത്? സമീപകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച വികസിത ഭാരത് ലക്ഷ്യമിട്ടുള്ള 7 വികസന കാഴ്ചപ്പാടുകൾ അഥവാ സപ്തധാരകൾ നോക്കിയാൽ ഇതറിയാം. 1, നിർമ്മാണശേഷി അഥവാ നമ്മുടെ മാനുഫാക്ചറിങ്, ചൈനയെ മാത്രം ആശ്രയിച്ചിരുന്ന ആഗോള സപ്ലൈ ചെയിൻ ഇന്ത്യയിലേക്ക് മാറ്റുക. 2, കാർഷിക മേഖലയും ഫുഡ് പ്രോസസ്സിങ്ങും. 3, ടെക്നോളജിയും ഇന്നൊവേഷനും, AI, സ്പേസ് ടെക്നോളജി എന്നിവയിൽ ഇന്ത്യ ആഗോള ഹബ്ബാവുക. 4, അടിസ്ഥാന സൗകര്യങ്ങൾ, അതിവേഗ ഗതാഗത പാതകളിലൂടെ നിക്ഷേപങ്ങൾ നമ്മൾ ആകർഷിക്കണം. 5, പ്രതിരോധ ശേഷി. മുമ്പ് ആയുധങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഇറക്കുമതി മാത്രം ചെയ്തു. ആ ഇന്ത്യ ഇന്ന് ആയുധ കയറ്റുമതി രാജ്യമായി മാറി. 6, ഗ്രീൻ ആൻഡ് ബ്ലൂ എക്കോണമി, പുനരുപയോഗ ഊർജവും സമുദ്ര സമ്പത്തും ഉപയോഗപ്പെടുത്തുക. 7, ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ് പവർ, കല, സംസ്കാരം, യോഗ, സിനിമ, നമ്മുടെ UPI സാങ്കേതിക വിദ്യ എന്നിവയിലൂടെ ലോക രാഷ്ട്രങ്ങളുടെ മനസ്സ് കീഴടക്കുന്നതാണ് സോഫ്റ്റ് പവർ. ഈ സോഫ്റ്റ് പവർ വിദേശങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രവാസി ഭാരതീയരാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇന്ത്യ വളരുന്നത് ചൈനയുടെയോ പാശ്ചാത്യ രാജ്യങ്ങളുടെയോ മോഡൽ കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല. ചൈനീസ് മോഡൽ എന്നാൽ ഏകാധിപത്യവും മറ്റ് രാജ്യങ്ങളെ കടക്കണിയിൽ പെടുത്തലുമാണ്. വെസ്റ്റേൺ മോഡൽ എന്നാൽ മറ്റ് രാജ്യങ്ങളെ ചൂഷണം ചെയ്യലാണ്.
എന്നാൽ ഇന്ത്യൻ മോഡൽ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യ തങ്ങളുടെ ജനതയെ പാരമ്പര്യവും ജനാധിപത്യ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തെ മറ്റ് രാജ്യങ്ങളുമായി പങ്കാളിത്തമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ പോകുന്നിടത്തെല്ലാം അവിടുത്തെ നിയമങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, അവിടുത്തെ സാമ്പത്തിക രംഗം നമ്മൾ വളർത്തുന്നുണ്ട്, ഒപ്പം തങ്ങളുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയിലും ബ്രിട്ടനിലും ഏറ്റവും അധികം വരുമാനമുള്ള കുടിയേറ്റ സമൂഹം നമ്മുടെ ഇന്ത്യക്കാരാണ്. അത് വെറുതെയൊന്നും അല്ല, വെറും ബിസിനസ്സിൽ മാത്രമല്ല, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ഇന്ത്യക്കാർ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയെ ഭരിച്ചിരുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഋഷി സുനക് എത്തിച്ചേർന്നു. അമേരിക്കയിൽ വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസ് വന്നു. വിവേക് രാമസ്വാമി, നിക്കി ഹേലി തുടങ്ങിയവർ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലെത്തി. സിംഗപ്പൂർ, അയർലൻഡ്, മൊറീഷ്യസ്, സുരിനാം തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ ഭരണം വിദേശ മലയാളികളും ഇന്ത്യക്കാരുമായ നേതാക്കളൊക്കെയാണ് വഹിച്ചു കഴിഞ്ഞത്. ഇനി വരും നാളുകളിൽ അമേരിക്കയോ ബ്രിട്ടനോ യൂറോപ്പോ ഒരു അന്താരാഷ്ട്ര നയം രൂപീകരിക്കുമ്പോൾ അവർക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം അവിടുത്തെ സിസ്റ്റത്തിനകത്ത് ഇന്ന് ശക്തിയുള്ള ഇന്ത്യക്കാരുണ്ട്. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ജൂയിഷ് വിപ്ലവത്തിന് സമാനമായ കാര്യം. ജൂതന്മാർ തങ്ങളുടെ ചെറിയ ജനസംഖ്യ വെച്ച് ചെയ്തത് ഇന്ത്യക്കാർ തങ്ങളുടെ ഭീമമായ ജനസംഖ്യയും ബുദ്ധിശക്തിയും വെച്ച് അതിനേക്കാൾ വലിയ തോതിലാണ് നടപ്പിലാക്കുന്നത്. വിദേശത്ത് നിന്നും സ്വന്തം നാട്ടിലേക്ക് പണം അയക്കുന്നതിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. വർഷത്തിൽ $125 ബില്യൺ പണമാണ് പ്രവാസികൾ വഴി ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാകാനും വലിയ സൈനിക ശക്തിയാകാനും ഇന്ത്യ കുതിക്കുന്നു. രാജ്യത്തിനകത്ത് സാമ്പത്തിക ശക്തി വർദ്ധിക്കുകയും പുറത്ത് പ്രവാസി സമൂഹത്തിന്റെ സ്വാധീനം ഇരട്ടിക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു ഡബിൾ എൻജിൻ വളർച്ചയായിട്ടാണ് മാറുന്നത്. ആയുധങ്ങൾ കൊണ്ടോ യുദ്ധങ്ങൾ കൊണ്ടോ ലോകം പിടിച്ചടക്കുന്ന കാലമൊക്കെ എന്നോ കഴിഞ്ഞു. ഇന്നത്തെ ലോകം ഭരിക്കുന്നത് ടെക്നോളജിയും സാമ്പത്തിക ശക്തിയും മനുഷ്യ വിഭവവുമാണ്. ഈ 3 മേഖലകളിലും ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. ഇസ്രായേലിലെ ജൂതന്മാർ തങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി ലോകത്ത് അദൃശ്യമായ സ്വാധീനം ചെലുത്തിയെങ്കിൽ ഇന്ത്യക്കാർ തങ്ങളുടെ അറിവും അധ്വാനവും ബുദ്ധിയും കൊണ്ട് ആഗോളതലത്തിൽ ഒരു പുതിയ ഇന്ത്യൻ ഭൂപടം തന്നെയാണ് വരച്ചു ചേർക്കുന്നത്. വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന, മേശപ്പുറത്ത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ ശബ്ദം തന്നെയായിരിക്കും. അതിൽ എനിക്കോ നിങ്ങൾക്കോ യാതൊരു സംശയവും വേണ്ട. അഭിമാനത്തോടെ ഇരിക്കും. എന്തായാലും ഈ വൻ നേട്ടത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.